ഇത്രയും ദിവസം ഇത് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. പല തവണ ഈ വീട്ടിൽ വന്നിട്ട് ഇയാൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട്. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വളരെ വളരെ മോശം ചീഞ്ഞടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇന്നലെ രാത്രി നമ്മൾ ജാസ്മിൻ കുളിക്കാൻ പോകുമ്പോൾ ജാസ്മിൻ്റെ ഡ്രസ്സും അതിൽ ഇന്നർ വെയർ ഉണ്ടാവുമല്ലോ, കുളിക്കാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ലിവിങ് റൂമിൽ വെച്ചു. ആ ലിവിങ് റൂമിൽ വെച്ചപ്പോൾ തന്നെ ജിൻഡോ പറഞ്ഞു, നിൻ്റെ ഇന്നർ വെയറും ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടെ വെക്കല്ലേ, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അത്രേ. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൾ അപ്പോൾ അവിടെ എന്തോ സംസാരിച്ചിരുന്നു. പിന്നെ മീറ്റിംഗ് സ്റ്റാർട്ടായപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെ ജിൻഡോ ഇത് പറഞ്ഞു, ഈ ഇന്നർവെയറും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ആ പേരും പറഞ്ഞ് ഇന്നും അടിയായിരുന്നു. അതൊരു ചീഞ്ഞടി എന്ന് പറഞ്ഞാൽ വളരെ എന്തൊക്കെയാ പറയണമെന്നറിയോ. ജിൻഡോയ്ക്ക് എന്താ പറയുക, മറ്റേ ഫ്രസ്ട്രേഷനാണെന്ന് വരെ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് വരെ ജാസ്മിൻ പറഞ്ഞു. കാരണം ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കും, ഇവർ രണ്ടുപേരും കൂടി ബെഡിൽ അവിടെ കിടക്കുമ്പോൾ വന്ന് നോക്കും, എങ്ങനെ കിടക്കണമെന്ന് നോക്കും. അങ്ങനെ ജിൻഡോൻ്റെ പേരിൽ ഇങ്ങനത്തെ മോശം പരാമർശങ്ങളാണ് ജാസ്മിൻ പറയണത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ജിൻഡോ ആണെങ്കിലോ, ജിൻഡോൻ്റെ എല്ലാവിധ ഗെയിമും, ജിൻഡോ മണ്ടനല്ല കേട്ടോ, നല്ല ഗെയിമറാന്ന് തെളിയിച്ചിരിക്കുന്നു. കാരണം എല്ലാവരും, ആ വീട്ടിലെ ഒരാൾ പോലും ജിൻഡോൻ്റെ കൂടെയില്ല, എല്ലാവരും ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. പിന്നെയും ജിൻഡോനെ മനസ്സിലാക്കി ചില കാര്യങ്ങൾ ചോദിക്കുന്നത് യമുനയും ഋഷിയും മാത്രമാണ്. ബാക്കി എല്ലാവരും ജിൻഡോയ്ക്കെതിരെയായി. വളരെ മോശം സംസാരം എന്ന് പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോയും സംസാരിക്കുന്നത് ഫുൾ മ്യൂട്ടാക്കി. കുറേ നേരത്തേക്ക് അവിടെ സൗണ്ടേ ഉണ്ടായിരുന്നില്ല ലൈവിൽ. കാരണം അത്രയും മോശം കാര്യങ്ങളാണ് പറഞ്ഞത്. മോശം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ലൈവിൽ പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും പരസ്പരം സംസാരിച്ചത്.